നമസ്കാരം. കമ്മ്യൂണിസം എന്നത് ഒരു സംഘടനയോ ഒരു പാർട്ടിയോ മാത്രമല്ല, അതൊരു മതമാണ്. ആ മതത്തിൻ്റേതായിട്ടുള്ള ചട്ടക്കൂടുണ്ട്, ആചാരങ്ങളുണ്ട്, പ്രാർത്ഥനകളും മറ്റുമൊക്കെയുണ്ട്. അത് അവർ ചെയ്യുമ്പോൾ അവർക്കത് 100% ശരിയും, അതിന് പുറത്തുള്ളവർക്ക് നോക്കുമ്പോൾ അതെല്ലാം അന്ധവിശ്വാസമാണ്. പക്ഷേ നമ്മൾ എത്ര പറഞ്ഞാലും അവർക്കത് മനസ്സിലാവുകയില്ല. ഇപ്പോൾ അവരിൽ ചിലർ നോക്കുമ്പോൾ മറ്റാരെങ്കിലും അവരുടെ പുറത്തുള്ളവരാണ് കാല് തൊട്ട് വന്നിരിക്കുന്ന ചിത്രമോ അല്ലെങ്കിൽ അനുഗ്രഹം കൊടുക്കുന്നതായിട്ടുള്ള ഇത് കണ്ടു കഴിഞ്ഞാൽ അയ്യേ ഇതെന്ത് കാണിക്കുന്നു എന്നവർ ചോദിക്കും. എന്നാൽ അവരുടെ നേതാക്കൾ ഇത് ചെയ്യുമ്പോൾ അവർക്കത് ഹലാലായി മാറുകയാണ് ചെയ്യുന്നത്. സാക്ഷാൽ വീണ ജോർജ് തന്നെ വി.എസ്. അച്യുതാനന്ദൻ്റെ കാല് തൊട്ട് വന്നിച്ച് അനുഗ്രഹം വാങ്ങുന്ന ചിത്രം, വി.എസ്. അച്യുതാനന്ദൻ അനുഗ്രഹിക്കുന്ന ചിത്രം കാണുമ്പോഴും അവർക്ക് അത് നല്ലതാണ്. എന്നാൽ ഒരു സംഘപരിവാരകാരനോ നരേന്ദ്രമോദിയോ മറ്റാരെങ്കിലും ആണ് ചെയ്യുന്നെങ്കിൽ മറ്റൊരാളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചോ എന്ന ചോദ്യം അവർ അതേസമയം ഉന്നയിക്കുകയും ചെയ്യും. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. കമ്മ്യൂണിസം എന്നൊരു മതമാണ്. ആ മതത്തിൽ എന്ത് ചെയ്താലും ആ മതത്തിലുള്ളവർ എന്ത് ചെയ്താലും അവരെ സംബന്ധിച്ച് അത് ഹലാലാണ്. അതേ കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ അവർക്ക് ഹറാമാണ്. ഇനി ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലൊക്കെ പോയി വിഗ്രഹത്തിൻ്റെ മുന്നിൽ തൊഴുന്ന പ്രാർത്ഥിക്കുന്ന ഭക്തരെ, ആ വിശ്വാസികളെ ഇവർ കളിയാക്കും. അതേ കൂട്ടർ തന്നെ പോയി രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ മുന്നിൽ ഈ പൂക്കളെറിഞ്ഞ് ഇല്ല മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് മുദ്രാവാക്യം വിളിക്കും. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ചോദിച്ചാൽ ഇത് സിംബോളിക്കാണ് എന്നവർ പറയും. സിംബോളിക്കാണ് എന്ന് പറയും. അതേപോലൊരു സിംബോളിക്ക് തന്നെയാണ് ക്ഷേത്രത്തിന് മുന്നിൽ. ആ പ്രതിഷ്ഠയിൽ ദൈവമുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു രക്തസാക്ഷി കൊല്ലപ്പെട്ട സ്ഥലത്ത് അല്ലെങ്കിൽ അവനെ അടക്കിയ സ്ഥലത്തായിരിക്കുമല്ലോ നിങ്ങൾ ഈ സ്തൂപം പണിയുന്നത്. നിങ്ങൾക്ക് വേറെ എവിടെങ്ങളിൽ നിന്ന് ഈ രക്തസാക്ഷി ആചരിച്ചാൽ പോലെ എന്തിനാണ് ഈ സ്ഥലം തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? ഇപ്പം ഇക്കെ നൈനാര്, അത് രക്തസാക്ഷിയല്ല, മരിച്ചു പോയതാണ്. അദ്ദേഹത്തിന് സ്മൃതി മണ്ഡപവും മറ്റുമൊക്കെ ഉണ്ട് പയ്യാമ്പലം ബീച്ചിൽ. ഇതുപോലെ നിരവധി ആളുകൾക്കുണ്ട്. അവരെന്തിനാണ് അവിടെ തന്നെ പോയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഈ ഓരോ വർഷവും ആചരിക്കുന്നത്? വേറെ എവിടെയെങ്കിലും വെച്ചാൽ പോലെ. അപ്പോൾ അവർ ചെയ്യുന്നതെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. അതേ കാര്യങ്ങൾ മറ്റൊരാൾ ചെയ്യുമ്പോഴാണ് തെറ്റാവുന്നത്. ഈ നിങ്ങൾ കണ്ട ദൃശ്യം എന്താ പറയുക, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവാണ്. അവരുടെ കാല് തൊട്ട് വന്നിച്ച വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. മോർഫിംഗ് ആണെന്നൊക്കെ ഒരുപക്ഷെ നാളെ പറഞ്ഞു കേട്ടോ. മോർഫിംഗ് ഒന്നുമല്ല, അവർ വേറൊരു വീഡിയോയെ പറ്റി മോർഫിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും മോർഫിംഗ് അല്ല. അപ്പോൾ അവരത് ആസ്വദിക്കുന്നുണ്ട്, ആർ ബിന്ദു അത് ആസ്വദിക്കുന്നുണ്ട്, തടയുന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ കുറേ കാഴ്ച കണ്ടിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെ കാല് തൊട്ട് വന്നിക്കാൻ ചിലർ, അദ്ദേഹത്തിനേക്കാളും മുതിർന്ന ആളുകൾ ശ്രമിക്കുമ്പോൾ അദ്ദേഹം അത് തടഞ്ഞു മാറ്റിയിട്ട് അദ്ദേഹം സ്വയം തറയിൽ ഇങ്ങനെ തൊടുന്ന ഒരു വീഡിയോയും മറ്റുമൊക്കെ നമ്മൾ നിരവധി കണ്ടിട്ടുണ്ട്. ഇവിടെ അത്തരം ഒരു എതിർപ്പ് ഇവർ കാണിക്കുന്നില്ല. ഇവർ അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അത് ഹലാലാണ്. ഇതേ കാര്യങ്ങൾ ഇപ്പം നരേന്ദ്രമോദിയുടെ മുന്നിൽ മറ്റൊരു നടി, ഇതും ഒരു നടിയാണ്, ഇത് ചെയ്യുമ്പോഴാണ് അവർ അയ്യേ എന്ന് പറഞ്ഞിട്ട് മൂക്കത്ത് വിരൽ വെക്കും. എന്നാൽ അവരുടെ കൂട്ടത്തിലുള്ളൊരു നേതാവോ അവരുടെ കൂടെ നിൽക്കുന്നവരോ ചെയ്തു കഴിഞ്ഞാൽ അവർക്കത് ഹലാലാണ്. കമ്മ്യൂണിസം മതമാണ് എന്നതിന് ഒരുപാട് തെളിവുകളുടെ ആവശ്യമൊന്നുമില്ല. ഇത്തരം കുറച്ച് കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ മാത്രം മതി. നല്ല ഒന്നാന്തരം വർഗീയതയുള്ള ഒരു മതം തന്നെയാണ് കമ്മ്യൂണിസം.